ഓക്കെ മക്കളെ, നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. സോ ലെറ്റ്സ് ചെക്ക് വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ സ്പെസിഫിക്കലി ചോദിച്ചിരിക്കുന്നത് പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. പി ബ്ലോക്കിലെ നമ്മൾ പഠിച്ചിട്ടുള്ള ചില കൺസെപ്റ്റുകൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്യുവർലി പി ബ്ലോക്ക് എന്ന് നമുക്ക് അങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ട് പോകാനും പറ്റില്ല. കുറച്ച് കെമിക്കൽ ബോണ്ടിങ്ങിലെ എന്താ പറയുക, ചില കാര്യങ്ങൾ കൂടി ഇവിടെ വരുന്നുണ്ട്. എന്നിരുന്നാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷനുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കുറേ കൂടി അത് ഒരു കെമിക്കൽ ബോണ്ടിങ്ങിനേക്കാളും ഒരു പി ബ്ലോക്ക് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നോക്കുക, PH3 ഹാസ് ലോവർ പ്രോട്ടോൺ എഫിനിറ്റി ദാൻ NH3. ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റിൽ ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദ്യം. നിങ്ങൾ നോക്കൂ, PH3 ലോൺ പെയർ ഉണ്ട്, NH3 ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ഇവര് ലോൺ പെയർ ഉള്ളത് കൊണ്ട് ദേ ആക്ട് ആസ് എ ബേസ്. അവർ ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. അവർ H+ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇവൻ H+ അട്രാക്ട് ചെയ്യും, ഇവൻ H+ അട്രാക്ട് ചെയ്യും. ഇതിൽ ആർക്കാണ് H+ കൂടുതൽ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുള്ളത്? ബൈ ഡിഫോൾട്ട് ദി ആൻസർ ഇസ് NH3. എന്തുകൊണ്ടാ? NH3 നൈട്രജന്റെ ഓർബിറ്റൽ സൈസ് ചെറുതാണ്. ചെറിയ ഓർബിറ്റലിൽ നിൽക്കുന്ന ലോൺ പെയർ ഇലക്ട്രോൺസിന് എഫിനിറ്റി കൂടുതലാണ്. കാരണം അവിടെ ഓർബിറ്റൽ ചെറുതായതുകൊണ്ട് ഇലക്ട്രോണിന്റെ ഡീലോക്കലൈസേഷൻ വളരെ കുറവായിരിക്കും. ആ വിത്തിൻ ദി ഓർബിറ്റലിലുള്ള ഡീലോക്കലൈസേഷൻ. ഓക്കെ. നേരെ മറിച്ച് ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് 3rd പീരീഡ് എലമെന്റ് ആണ്. അതിൽ എന്തുണ്ട്, അതിന്റെ ഓർബിറ്റൽ സൈസ് വളരെ ലാർജ് ആണ്. അപ്പം അതുമാത്രമല്ല അതിലെന്തുണ്ട്, ഡി ഓർബിറ്റൽ വേക്കൻറ്റും ആണ്. സോ അവിടെ ഇലക്ട്രോൺസ് കുറെ കൂടി ഡീലോക്കലൈസ്ഡ് ആണ്. അപ്പോൾ താഴോട്ട് ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് പോകുന്നതിനനുസരിച്ച് ഇലക്ട്രോണിന്റെ ഡീലോക്കലൈസേഷൻ കൂടി വരും. അതുകൊണ്ട് തന്നെ അവരുടെ ബേസിക് ക്യാരക്ടർ കുറവായിരിക്കും. സോ ഇവിടെ PH3 ഷോസ് ലോവർ പ്രോട്ടോൺ എഫിനിറ്റി ദാൻ NH3 എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. PF3 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, NF5 ഡസ് നോട്ട് എന്ന് പറയുന്നു. PF3യും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, PF5ഉം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ NF5 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതിന് കാരണം ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് വേക്കൻറ്റ് ഡി ഓർബിറ്റൽ ആണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആബ്സെൻസ് ഓഫ് ഡി ഓർബിറ്റൽ ആണ്. NO2 ക്യാൻ ഡൈമറൈസ് ഈസിലി. വളരെ ശരിയാണ്. കാരണം എന്താ, NO2ന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കുമ്പോൾ NO2 ഇസ് പാരാമാഗ്നറ്റിക്. അതിൽ എന്തുണ്ട്, ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ള സിസ്റ്റം, അൺപെയർഡ് ആയിട്ട് പാരാമാഗ്നറ്റിസം കാണിക്കുന്ന ആളുകൾ വളരെയധികം ഹൈലി റിയാക്റ്റീവ് ആണ്. കാരണം എന്താ വെച്ചാൽ ദേ വാണ്ടഡ് ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് പാരാമാഗ്നറ്റിസം. അവർക്ക് പാരാമാഗ്നറ്റിസം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റിൽ നിന്നും അവർ മുക്തരാവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ് പാരാമാഗ്നറ്റിക് സ്പീഷീസ്. അപ്പോൾ അവരോട് സമാനമായിട്ട് അവർക്ക് എപ്പോഴെങ്കിലും അത് അവരുടെ ഇപ്പം നമ്മൾ പറയാറുണ്ടല്ലോ റാഡിക്കൽ, ഫ്രീ റാഡിക്കൽ ഹൈലി റിയാക്റ്റീവ് ആണെന്ന് നമ്മൾ പറയുന്നത്. അതിന്റെ കാരണം ഇത് തന്നെയാണ്, പാരാമാഗ്നറ്റിസം ആണ് അതിന്റെ കാരണം. അപ്പം എപ്പോഴെങ്കിലും അവർക്കൊരു സാഹചര്യം വരികയാണെങ്കിൽ അവർ ഉടനെ തന്നെ എന്ത് ചെയ്യും, ആ ഇലക്ട്രോണിനെ പെയർ ചെയ്യും. അപ്പം NO2ന്റെ കേസിൽ ഒരുപാട് NO2 മോളിക്യൂൾസ് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ അടുത്തടുത്ത് തന്നെ NO2 മോളിക്യൂൾസ് അൺപെയർഡ് ഇലക്ട്രോൺ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ പരസ്പരം പെയർ ചെയ്യും. ഈ പെയറിങ്ങിലൂടെ അവരെന്തായി മാറും, ഡൈമറൈസ് ചെയ്ത് മാറും. ഓക്കെ. അപ്പോൾ ഇത് N2O4 ആയിട്ട് അവർ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് ഇതിന്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ പി ബ്ലോക്കിൽ കാണുന്നുണ്ട്. ഓക്കെ. സോ ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. SO2 ക്യാൻ ആക്ട് ആസ് ഓക്സിഡൈസിങ് ഏജന്റ് ബട്ട് നോട്ട് ആസ് റെഡ്യൂസിങ് ഏജന്റ്. ശരിയാണോ? നമുക്കറിയാം സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മിനിമം -2 മാക്സിമം +6 ആണ്. നമുക്കറിയാം മിനിമത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇനി ഫർദർ സെൽഫ് റിഡക്ഷൻ പോസിബിൾ അല്ല. എന്ന് വെച്ചാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓക്സിഡൈസിങ് ഏജന്റ് ആവാൻ പറ്റില്ല. ഇവൻ ഓക്സിഡൈസിങ് ഏജന്റ് ആവാൻ പറ്റില്ല. മാക്സിമത്തിൽ നിൽക്കുന്ന ആൾക്ക് സെൽഫ് ഓക്സിഡേഷൻ പോസിബിൾ അല്ല. എന്ന് വെച്ചാൽ അയാൾക്ക് റെഡ്യൂസിങ് ഏജന്റ് ആവാൻ പറ്റില്ല. പക്ഷേ ഇന്റർമീഡിയറ്റിൽ നിൽക്കുന്ന ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ആൾക്ക് റെഡ്യൂസ് ചെയ്യാനും പറ്റും, ഓക്സിഡൈസ് ചെയ്യാനും പറ്റും. ഇയാൾക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ആവാനും പറ്റും, റെഡ്യൂസിങ് ഏജന്റ് ആവാനും പറ്റും. ഇത് രണ്ടിനും പറ്റും. സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ?